നമസ്കാരം. കഴിഞ്ഞ ദിവസം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആറാട്ട് മണ്ഡപത്തിൽ, ശംഖുമുഖത്തെ ആറാട്ട് മണ്ഡപത്തിൽ മാംസാഹാരം ഉൾപ്പെടെ പാചകം ചെയ്ത ഒരു വിഷയം തത്വമയി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. സത്യത്തിൽ അത് വലിയ രീതിയിൽ വിശ്വാസികളുടെ ഇടയിൽ നിന്നും പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഹിന്ദു സംഘടനകളടക്കം ഈ പ്രതിഷേധവുമായി അല്ലെങ്കിൽ ഈ പ്രതിഷേധം ഏറ്റെടുത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഈ കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ നേതൃത്വത്തിലാണ് അവിടെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നത് താൽക്കാലികമായി ക്രമീകരിച്ച ഒരു പന്തലിലാണ്. ആ പന്തലിലും അതിന് സമീപത്തുണ്ടായിരുന്ന ഈ ആറാട്ട് മണ്ഡപവും വളഞ്ഞുകെട്ടി ഒരു താൽക്കാലികമായ ഒരു മതിൽ ഉയർത്തിയതിന് ശേഷമാണ് ഈ ആറാട്ട് മണ്ഡപത്തെ അടുക്കളയാക്കി മാറ്റുന്നതും അവിടെ വെച്ച് പ്രധാനമായും മാംസാഹാരം പാചകം ചെയ്യുകയും ചെയ്തത്. സത്യത്തിൽ ഇത് ആരുടെ വീഴ്ചയാണ്? തീർച്ചയായിട്ടും ഇതൊരു ഭരണ പക്ഷത്തു നിന്നുണ്ടായ ഒരു വീഴ്ച എന്ന് തന്നെയാണ് നമുക്ക് ഒറ്റ വാക്കിൽ ഇതിന് പറയാനുള്ളത്. മാത്രമല്ല, ഇത് നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഇതുമായി ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കേണ്ട ഇതിൻ്റെ ചില മുൻ അധ്യായങ്ങളുണ്ട്. ഒരുപക്ഷെ തത്വമയി ന്യൂസ് ആദ്യമായി പുറത്തുവിട്ട ചില വാർത്തകൾ, അന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്ന് നിലകൊള്ളുന്ന ഉത്സവ മഠത്തിൽ, അവിടെയാണ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയം പ്രവർത്തിക്കുന്നത്, ആ ഉത്സവ മഠത്തിൽ ചിക്കൻ ബിരിയാണി വെച്ച ഒരു വിവാദമുണ്ടായിരുന്നു. അന്ന് ആ വാർത്ത പുറത്തുവിട്ടപ്പോൾ ഹൈന്ദവ നേതാക്കൾ ഉൾപ്പെടെയുള്ള ചിലർ തത്വമയി ന്യൂസിനോട് മുഖം കോടിച്ചു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, മനഃപൂർവ്വം തത്വമയി പത്മനാഭസ്വാമി ക്ഷേത്രത്തെ അവഹേളിക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ ചെളിവാരി എറിയാൻ ശ്രമിക്കുകയാണ്. ഒരിക്കലും ഹൈന്ദവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചാനൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പോലും ആ ഒരു വാർത്ത വന്നതിന് പിന്നാലെ ഞങ്ങൾ നേരിടേണ്ടി വന്നു. പക്ഷേ അന്നും നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാരങ്ങൾ പൊളിച്ചെഴുതാൻ ശ്രമിക്കുന്നതിനിടെ ശക്തമായി തത്വമയി ആഞ്ഞടിക്കും എന്ന് തന്നെ പറഞ്ഞു. അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടതാണ്. ശബരിമല പ്രക്ഷോഭകാലത്തും ശബരിമലയ്ക്കെതിരെയുള്ള വിശ്വാസ ധ്വംസനത്തിലുമൊക്കെ ശക്തമായ നിലപാടെടുത്ത ഒരു മാധ്യമമായിരുന്നു തത്വമയി. അതുകൊണ്ട് തന്നെ ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരെ, ഭക്തർക്കെതിരെ, ആചാരങ്ങൾക്കെതിരെ എന്ത് ഇത്തരത്തിലുള്ള ധ്വംസനങ്ങൾ ഉണ്ടായാലും അതിനെതിരെ ശക്തിയുക്തം പോരാടുന്ന ഒരു മാധ്യമം തന്നെയാണ് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയവും ഇപ്പോൾ വലിയ ഗൗരവ പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇത് ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ പറഞ്ഞു വന്നത്, ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചിക്കൻ ബിരിയാണി വിവാദം ഉണ്ടായ സമയത്ത് തന്നെ അന്ന് എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുത്തെങ്കിൽ, അന്ന് ഒരു പരിധിവരെ അതിൽ ശക്തമായൊരു വിമർശനം ഉയർന്നിരുന്നെങ്കിൽ പോലും ഈ ഹൈന്ദവ വിശ്വാസികളിൽപ്പെട്ട ചിലരൊക്കെ അതിനെതിരെ മുഖം കോടിച്ചു നിന്നിരുന്നു. പക്ഷേ അവരും കൂടി അന്ന് ഇതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ശക്തമായൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ ഇത് സംഭവിക്കില്ലായിരുന്നു. അതുതന്നെയാണ് ഇനി നമുക്ക് ചൂണ്ടിക്കാട്ടാനുള്ളതും. കാര്യം, ഇത് ഭരണപക്ഷത്തു നിന്നുണ്ടായ അറിയാതെ പറ്റിയൊരു വീഴ്ചയൊന്നുമല്ല. ഇത് ശരി, ഇതിൽ ഫുഡ് ഫെസ്റ്റിവലിൽ വന്ന മറ്റ് ജില്ലക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം. ഒരുപക്ഷെ അവർക്ക് ഈ ആറാട്ട് മണ്ഡപത്തോട് അത്ര വലിയൊരു വ്യക്തിബന്ധമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ തിരുവനന്തപുരത്തുകാർക്ക് ഈ ആറാട്ട് മണ്ഡപം എന്ന് പറയുന്നത് ഒരു വ്യക്തിബന്ധമുള്ള ഒരു സ്ഥലം തന്നെയാണ്. അത്രയധികം പവിത്രതയാർന്ന അല്ലെങ്കിൽ പുണ്യമാർന്ന ഒരു സ്ഥലം തന്നെയാണ്. വർഷത്തിൽ 2 പ്രാവശ്യമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആറാട്ട് നടക്കുന്നത്, അൽപ്പശിക്കും പൈങ്കുനിക്കും. ഈ 2 പ്രാവശ്യവും ആറാട്ട് മണ്ഡപത്തിൽ എഴുന്നള്ളിച്ചിരുത്തിയാണ് അവിടെ നിന്നാണ് പത്മനാഭസ്വാമിയെയും പരിവാരങ്ങളെയും ശംഖുമുഖത്തെ കടലിലേക്ക് ആറാടിക്കുന്നത്. ആ ആറാട്ട് ഘോഷയാത്ര പോലും പവിത്രമാണ്. നമുക്കറിയാം, ലോകത്ത് മറ്റൊരിടത്തുമില്ലാത്ത രീതിയിൽ വിമാനത്താവളത്തിൻ്റെ റൺവേ പോലും അടച്ചിട്ടുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ വിമാനത്തിൻ്റെ ഷെഡ്യൂളുകൾ മാറ്റിമറിച്ചുകൊണ്ടാണ് ആ ആറാട്ട് ഘോഷയാത്ര നടക്കുന്നത്. അങ്ങനെ വർഷത്തിൽ 2 പ്രാവശ്യമാണ് നടക്കുന്നത്. ആ 2 പ്രാവശ്യവും ആ വിമാനത്താവളം കഴിഞ്ഞ് ഈ തേവാരമൂർത്തികളെ കൊണ്ടിരുത്തുന്നത് ഈ ആറാട്ട് മണ്ഡപത്തിലാണ്. ഇവിടെയാണ് ആറാട്ടിൻ്റെതായ ചടങ്ങുകളും പൂജകളൊക്കെ നടക്കുന്നത്. അപ്പോൾ ദേവൻ വന്നിരിക്കുന്ന ഒരു ആരൂഢം തന്നെയാണ് ആ ഒരു സ്ഥലം. അവിടെയാണ് ഇത്തരത്തിൽ മാംസാഹാരം വിളമ്പിക്കൊണ്ട് അതിനെ കളങ്കം ചാർത്തിയിരിക്കുന്നത്. ഇത് തികച്ചും ആചാരത്തെ ധ്വംസിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ വിശ്വാസധ്വംസനം നടക്കുന്ന രീതിയിൽ തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഒരുപക്ഷെ അറിവില്ലാത്ത കാര്യമൊന്നുമില്ല, അല്ലേ? അതെ. മറ്റ് ജില്ലക്കാർക്ക്, ഈ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത മറ്റ് ജില്ലക്കാർക്ക് ഒരുപക്ഷെ ഇതേക്കുറിച്ച് അത്രത്തോളം ഒന്നും അറിവില്ലായിരിക്കണം. പക്ഷേ തിരുവനന്തപുരം, ഇതിൻ്റെ നടത്തിപ്പുകാരായ തിരുവനന്തപുരം നഗരസഭയ്ക്ക് ആ ആറാട്ട് മണ്ഡപം എന്താണെന്നും അതിൻ്റെ പവിത്രത എന്താണെന്നും അതിൻ്റെ ചരിത്രം എന്താണെന്നും ഒക്കെ വ്യക്തമായി അറിയാവുന്നവരാണ്. അപ്പം മനഃപൂർവ്വം കരുതിക്കൂട്ടി നടത്തിയ ഒരു കാര്യമെന്ന് വേണം നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ ഇതിനെതിരെ ഇപ്പോൾ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. ക്ഷേത്ര സംരക്ഷണ സമിതി ഇന്നലെ തന്നെ അവരുടെ ഒരു വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഹിന്ദു ഐക്യവേദി
അവർ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. ഇതിൽ ഒരു അനുകൂലമായ നിലപാടുണ്ടായില്ലെങ്കിൽ, ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഹിന്ദു ഐക്യവേദി അറിയിച്ചിട്ടുള്ളത്. അല്ല, ഈ വിഷയത്തിൽ എത്ര ഗുരുതരമായ ആചാര ലംഘനം നടന്നു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിത്രങ്ങളിലൂടെയാണ് കണ്ടത്. അതായത് അവിടെ ഒരു അടുക്കള, ഈ കുടുംബശ്രീ പ്രവർത്തകരെല്ലാം തന്നെ ഈ ആറാട്ട് മണ്ഡപത്തിനകത്ത് അടുപ്പ് ക്രമീകരിച്ചുകൊണ്ട് അടുക്കള ആഹാര വസ്തുക്കൾ അവിടെ പാചകം ചെയ്യുന്നുണ്ട്. ഈ ചിത്രങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ ഇന്നലെ രാവിലെ അവിടെ എത്തുന്നത്. അപ്പോഴേക്കും ഒരുപക്ഷെ ആ സ്പോട്ടിലേക്ക് ആദ്യം എത്തിയ മാധ്യമപ്രവർത്തകരിൽ ഒരാൾ കുമാറാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ചകൾ എന്തായിരുന്നു? ആ സ്പോട്ടിൽ നിങ്ങൾക്ക് ദൃശ്യമായ കാര്യങ്ങൾ? അവിടെ പരിസരവാസികളായ ചില ആളുകൾ ഇതിനെതിരെ എതിർപ്പുന്നയിച്ചു. ഇതൊരു ആറാട്ട് മണ്ഡപമാണ്, നിങ്ങൾ എന്താണ് ഇവിടെ കാണിക്കുന്നത്? അതായത് നമ്മൾ പോകുമ്പോൾ അവിടുത്തെ മെനു നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. പലതരത്തിലുള്ള മാംസ വിഭവങ്ങളുടെ മെനു അവിടെ ഉണ്ടായിരുന്നു. തലശ്ശേരി ദം ബിരിയാണി മുതൽ കോഴിയും പിടിയും അതുപോലെ തന്നെ ബീഫ് അടക്കമുള്ള കാര്യങ്ങൾ അതിനകത്ത് വെച്ച്, ആറാട്ട് മണ്ഡപത്തിനകത്ത് വെച്ച് പാചകം ചെയ്തിട്ടാണ് ഈ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്ന ഹാളിലേക്ക് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഈ അടുക്കളയിൽ നിന്ന് ഇത്തരം സാധനങ്ങളെല്ലാം വളരെയധികം പരിഭ്രമത്തോടു കൂടി ഇവർ നീക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആ ആഹാര സാധനങ്ങളും അടുപ്പും എല്ലാ കാര്യങ്ങളും നീക്കുന്നുണ്ട്. ഇതിനെ ഒരു അടുക്കളയായി ഉപയോഗിച്ചു എന്നതിനപ്പുറം ഈ ആറാട്ട് മണ്ഡപത്തിൻ്റെ തിരുമുറ്റം, ആ മുറ്റത്ത് കുഴി കുത്തി ശൗചാലയം സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ താൽക്കാലികമായിട്ടുള്ള ഫൈബർ ശൗചാലയം അവിടെ സ്ഥാപിച്ചിരിക്കുന്നു, വാട്ടർ ടാങ്ക് സ്ഥാപിച്ചിരിക്കുന്നു. മാത്രമല്ല ഈ ഫുഡ് ഫെസ്റ്റിവലിൽ ആളുകൾ പങ്കെടുത്ത ശേഷം അവർ കഴിച്ചതിന് ശേഷമുള്ള ഉച്ഛിഷ്ടവും മലിനജലവും ഒഴുകി വരുന്ന പൈപ്പ്, ആ പൈപ്പ് നിന്നുമുള്ള മലിനജലം ശേഖരിക്കാനായിട്ടുള്ള കുഴിയും അവിടെ തന്നെ കുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ആറാട്ട് മണ്ഡപത്തിനുള്ളിൽ അടുക്കള, തിരുമുറ്റത്ത് ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ, ഇങ്ങനെ ആ പരിസരം മുഴുവൻ വൃത്തികേടായി കിടക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ എത്തുന്നത്. നമ്മളവിടെ ചെല്ലുമ്പോൾ ഈ ബാത്റൂം അത് അവിടെ നിന്ന് മാറ്റാനുള്ള വ്യഗ്രതയിൽ ഈ ശൗചാലയം എടുത്ത് മണ്ഡപത്തിനകത്തേക്ക് വച്ചിരിക്കുന്നു. അവിടുത്തെ ഈ ഹിന്ദു ഐക്യവേദിയുടെയും അതുപോലെ തന്നെ മറ്റ് പ്രദേശവാസികളായ വിശ്വാസികളുടെയും രോഷപ്രകടനം കാരണമാണ് അവർ എത്രയും വേഗം ആ ശൗചാലയം അവിടെ നിന്ന് മാറ്റി അതൊരു വാഹനത്തിനകത്തേക്ക് കയറ്റുന്നു. സ്റ്റൗ അടക്കമുള്ള ക്രമീകരണങ്ങളെല്ലാം എടുത്ത് തിരികെ ഹാളിലേക്ക് അകത്തേക്ക് വയ്ക്കുന്നു. അതായത് ഈ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്ന ഹാളിനുള്ളിൽ ഇതെല്ലാം പാചകം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. എന്നിട്ടും ഇതിനെ പുറത്തേക്ക് മാറ്റുകയും ഈ ആറാട്ട് മണ്ഡപം കൂടി ഇതിനുപയോഗിക്കാം എന്ന് നേരത്തെ കരുതി കൂട്ടിയിട്ടാണ് ഇത് വളഞ്ഞു കെട്ടി, ഇതാരും കാണരുത്, ഇതിനകത്ത് ഭക്ഷണം പാചകം ചെയ്യുന്നത് ആരും കാണരുത് എന്ന് പറഞ്ഞ് ഇതിന് ചുറ്റും തകര ഷീറ്റടിച്ച് മതിൽ കെട്ടിയതിന് ശേഷമാണ് ഇതിനകത്ത് ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. തീർച്ചയായും ഇത് വളരെ കടുത്ത ആചാര ലംഘനം. ഒന്നും അറിയാത്ത ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു നിന്ന് വിവിധ ജില്ലകളിൽ നിന്ന് വന്ന കുടുംബശ്രീ പ്രവർത്തകരാണ്. പക്ഷേ ഇവരെ കൊണ്ട് ചെയ്യിച്ചത്, നമ്മൾ അങ്ങനെ പറയുമ്പോഴും ഈ തിരുവനന്തപുരത്ത് നഗരസഭയുടെ കീഴിലാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത്. അവരാണ് ഇതിന്റെ നടത്തിപ്പുകാർ, ഇല്ലേ? ആതിഥേയരായിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് കോർഡിനേഷൻ ചെയ്യേണ്ടത് തിരുവനന്തപുരം നഗരസഭയാണ്. അപ്പോൾ എന്തായാലും നഗരസഭ അറിയാതെ ആ മണ്ഡപത്തിനകത്ത് അങ്ങനെ ഒരു ആക്ടിവിറ്റി നടക്കില്ല. തീർച്ചയായും. അപ്പോൾ ശരിക്കും ഇത്തരത്തിലുള്ള വലിയൊരു മേള നടക്കുമ്പോൾ ഇതിനൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടാവും, എവിടെ എന്തൊക്കെയാണ് സ്ഥാപിക്കേണ്ടത് എന്നുള്ളത്. പ്രത്യേകിച്ചും ഈ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ ഇപ്പോൾ വളരെ ശക്തമായ സ്ഥിതിക്ക് ഫയർ എക്സിറ്റ് ഉൾപ്പെടെയുള്ള ഇതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് നേരത്തെ തയ്യാറാക്കണം എന്നുള്ളതാണ് നിയമം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഗുരുതരമായ നിയമലംഘനമാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ച് ഓരോന്നിനും ഓരോ സ്ഥാനം അവരുടെ ബ്ലൂ പ്രിൻറ്റിൽ തന്നെ അടയാളപ്പെടുത്തിയിരിക്കും. ഈ അടുക്കള ഭക്ഷണം പാചകം ചെയ്യേണ്ട സ്ഥലം ഇതാണ്, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഉള്ള സ്ഥലം ഇതാണ്, ശൗചാലയങ്ങൾ നിർമ്മിക്കേണ്ടത് ഈ ഭാഗത്താണ്, വേസ്റ്റ് ഡംപ് ചെയ്യേണ്ടത് ഈ ഭാഗത്താണ്, പിന്നെ വരുന്ന ആളുകളെ സ്വീകരിക്കുന്നത് അവർക്ക് തിരക്കുണ്ടാകാതെ ക്രമീകരിക്കാനുള്ള അതിൻ്റെ ഒരു മുൻവശം. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള വലിയൊരു ബ്ലൂ പ്രിൻ്റ്, ഒരു പ്ലാനിങ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് തിരുവനന്തപുരം നഗരസഭയാണ്. തിരുവനന്തപുരം നഗരസഭയിൽ ഇത് അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചും അവിടുത്തെ ഏറ്റവും പവിത്രമായ ചടങ്ങ് നടക്കുന്ന ഈ ശംഖുമുഖം ആറാട്ട് മണ്ഡപത്തെക്കുറിച്ചും അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണോ ഇതിനകത്തുള്ളത് എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് ഈ മറ്റ് മലപ്പുറം അടക്കമുള്ള മറ്റ് ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള കുടുംബശ്രീ പ്രവർത്തകരെ കൊണ്ട് ഇത് ചെയ്യിച്ചത് ഇവിടുത്തെ ആളുകളാണ്. കാരണം ഇത് പൂർണ്ണമായും
കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസാണ് ഇത് പൂർണ്ണമായും ഇത് നടത്തിക്കുന്നത്, അല്ലെങ്കിൽ ജില്ലാ മിഷൻ കോർഡിനേറ്ററാണ് ഇതിൻ്റെ നടത്തിപ്പുകാരൻ എന്ന് പറയുന്നത്, ഉത്തരവാദിത്വമുള്ളയാൾ. അപ്പോൾ കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു. അതിനു വേണ്ടി ഈ സ്ഥലം അനുവദിച്ചു കൊടുത്തിരിക്കുന്ന കാര്യമായ അനുമതിയൊക്കെ നൽകിയിരിക്കുന്നത് നഗരസഭയാണ്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഇതിന് ഉത്തരവാദികളാണ്. കാരണം ഈ മണ്ഡപം കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നഗരസഭയ്ക്കുണ്ട്. പക്ഷേ ഈ മണ്ഡപത്തിനകത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൂടാ എന്ന് അറിഞ്ഞിട്ട് കൂടി അത് ആ മണ്ഡപം ഉപയോഗിച്ച് അത് കയ്യേറി എന്ന് തന്നെ പറയാം, കയ്യേറി അതിനകത്ത് അനാശാസ്യകരമായ പ്രവർത്തനങ്ങൾ നടത്തിയ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസും ഇതിൽ ഒരുപോലെ കുറ്റവാളികളാണ്. അവർ 2ഉം 3ഉം പ്രതികളെ ആവുന്നുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ. ഒന്നാം പ്രതി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. കാരണം ഈ ആറാട്ടുകടവ് അവിടെ വർഷങ്ങളായി നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ആചാരമാണ്. പത്മനാഭസ്വാമി അവിടേക്ക് എഴുന്നള്ളുന്നു. നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ അവിടെ കുടിയിരുത്തിയതിന് ശേഷം അവിടെ നിന്നും ആറാട്ടിലേക്ക് പോകുന്നു. ഈ ഒരു പവിത്രമായ സ്ഥലം വളഞ്ഞു കെട്ടി സ്ഥിരമായ ഒരു വേലിയോ, അതായത് പുറത്തുനിന്ന് ഇത് കാണത്തക്ക രീതിയിൽ വേലി കെട്ടി സംരക്ഷിക്കുകയും അത് ശംഖുമുഖം തീരം എന്ന് പറയുന്നത് ഒരു വിനോദസഞ്ചാര കേന്ദ്രം. 2-3 വർഷങ്ങൾക്ക് മുമ്പ് കടകംപള്ളി സുരേന്ദ്രൻ ടൂറിസം മന്ത്രിയായിരുന്ന സമയത്ത്, ടൂറിസത്തിന്റെ ഉത്തരവാദിത്വം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സമയത്ത്, അന്ന് അദ്ദേഹം ദേവസ്വം മന്ത്രിയാണ്, ടൂറിസത്തിന്റെ ഒരു ഉത്തരവാദിത്വം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ശംഖുമുഖം കടൽ തീരം വൻ രീതിയിൽ കടലെടുത്ത് പോകുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു 2000 കോവിഡിൻ്റെയൊക്കെ സമയത്ത്. ആ സമയത്ത് തന്നെ ഈ ആറാട്ട് മണ്ഡപത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് അന്ന് തന്നെ വലിയ രീതിയിൽ ചർച്ചയായതാണ്. ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെ ഇങ്ങനെ ഒരു ആവശ്യം പറയുകയും അത് കാലാന്തരത്തിൽ അത് ചെയ്യാം എന്നൊരു വാക്ക് അന്ന് കൊടുക്കുകയും ചെയ്തു. പക്ഷേ നാളിതുവരെയായിട്ടും ആ ആറാട്ട് മണ്ഡപത്തെ സംരക്ഷിക്കാനോ അതിൻ്റെ തീരത്തുള്ള കൊട്ടാരം, അതിൻ്റെ തീരത്ത് ഈ ഒരു കൊട്ടാരക്കെട്ടുണ്ട്. പണ്ട് കാലത്ത് ഈ ആറാട്ട് നടക്കുമ്പോൾ കൊട്ടാരത്തിലുള്ള ആൾക്കാർക്ക് വന്ന് അത് കാണാനുള്ള ഒരു സ്ഥലമായി ഇന്നും അത് സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലമൊക്കെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇന്നും നമ്മുടെ സർക്കാർ തുലവും പുറകോട്ടാണ്. അതിനുവേണ്ടിയുള്ള യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ഈ ഇന്നും ചെയ്തു തീരാത്ത അല്ലെങ്കിൽ പൂർത്തിയാകാത്ത കണ്ണാടിപ്പാലത്തിന് വെച്ച് ഫ്ലക്സ് അടിക്കുകയാണ് നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതല്ല ആവശ്യം. ഇതാണ് ഏറ്റവും തിരുവനന്തപുരത്തിൻ്റെ ഒരു ആവശ്യം എന്നുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാർ ഇതിനെതിരെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രതികരിക്കുന്നുണ്ട്. ഇത് എന്ത് രീതിയിലാണ് ആവശ്യം എന്ന് ചോദിച്ചാൽ ഇതൊരു ആചാരത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ഒഴിച്ചു നിർത്തിയ ഒരു തിരുവനന്തപുരത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ദേശനാഥനായ പത്മനാഭസ്വാമിയുടെ ഏറ്റവും വലിയ ആചാരം നടക്കുന്ന, പത്മനാഭസ്വാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഉത്സവങ്ങൾക്ക് വേദിയാകുന്ന ഒരു ചടങ്ങ് കൂടിയാണ്, ഒരു സ്ഥലം കൂടിയാണ് ഈ ആറാട്ട് മണ്ഡപം. അപ്പോൾ ആറാട്ട് മണ്ഡപം എന്ന് തന്നെയാണ് അതിനെ വിളിക്കപ്പെടുന്നത്, അല്ലേ? അപ്പോൾ ഈ ആറാട്ട് മണ്ഡപത്തിലാണ് ഇത്തരത്തിലുള്ള ഈ മാംസാഹാരം വിൽക്കുന്ന ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ ഇത് അധികമാരും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഈ ഓണം അല്ലെങ്കിൽ ക്രിസ്മസ് സമയത്തൊക്കെ വലിയ വലിയ കാർണിവലുകൾ ഈ ശംഖുമുഖം തീരത്ത് നടക്കാറുണ്ട്. അപ്പോഴൊക്കെ ഈ ആറാട്ട് മണ്ഡപത്തിന് ചുറ്റുമാണ് ഇത്തരത്തിൽ ഈ കാർണിവൽ ഗ്രൗണ്ടായി മാറ്റുന്നത്. പക്ഷേ അന്നൊന്നും ഇവിടെ ഭക്ഷണം പാചകം ചെയ്തില്ലെങ്കിൽ പോലും ഈ വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യുന്നതും ഈ കാർണിവലിന് വരുന്ന മറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ട് ഡംപ് ചെയ്യുന്നതുമൊക്കെ ഈ പ്രദേശത്താണെന്ന് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അന്ന് ചില വാർത്തകളൊക്കെ ഇത് സംബന്ധിച്ച് കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ആദ്യമായാണ് പരസ്യമായി അതിനകത്ത് മാംസം പാചകം ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് പോയിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ അധികം താമസിയാതെ ആറാട്ട് മണ്ഡപം തന്നെ പൊളിച്ചു മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. തീർച്ചയായും ഇതിനകത്ത് CPM-ൻ്റെ ഒരു ഇത്തരത്തിലുള്ള ഒരു അധിനിവേശത്തിൻ്റെ ഒരു അംശം കൂടിയുണ്ട്. കാരണം പൂജപ്പുരയിൽ സരസ്വതി മണ്ഡപം കയ്യേറിയാണ് അവർ നവകേരള സദസ്സിൻ്റെ സ്വാഗത സംഘം ഓഫീസ് പണിതത്. ഇനിയിപ്പോൾ അടുത്ത പാർട്ടി സമ്മേളനം ശംഖുമുഖം തീരത്താണെങ്കിൽ ഈ ആറാട്ട് മണ്ഡപം ഇങ്ങനെ പോയാൽ അവരുടെ സ്വാഗത സംഘം കമ്മിറ്റി ഓഫീസായി മാറും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ സംരക്ഷിക്കാനും ഇത് വലിയ ചരിത്ര പ്രാധാന്യമുള്ള വരും തലമുറയ്ക്ക് നഗരത്തിൻ്റെ ചരിത്രം. ഇതൊരു വെറും സ്വാഗത കമ്മിറ്റി ഓഫീസ് ആക്കുന്നതല്ല കുമാർ. കാര്യം ഒരു ക്ഷേത്രത്തിലെ തേവാരമൂർത്തി അതിൻ്റെ ശക്തിയെ ആവാഹിച്ചുകൊണ്ടാണ് എഴുന്നള്ളത്തിനായി പുറത്തു പോകുന്നത്. അപ്പോൾ ആ എഴുന്നള്ളത്തിന് പുറത്തു പോകുന്ന ആ വിഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ദൈവിക ചൈതന്യം എവിടെയാണോ കുടിയിരിക്കുന്നത് അതിനൊരു ക്ഷേത്രത്തിൻ്റെ പവിത്രതയുണ്ട്. ഇത് ആറാട്ട് മണ്ഡപം എന്ന് പറഞ്ഞുകൊണ്ട് ആറാട്ടിൻ്റേതായ ചടങ്ങുകൾ ക്ഷേത്രത്തിനകത്ത് നടക്കുന്നത് പോലെ തന്നെ ആറാട്ടിൻ്റേതായ ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾ ചെയ്യുന്ന സ്ഥലമാണ്, മന്ത്രോച്ചാരണങ്ങളോടുകൂടി ആ സ്ഥലം ചെയ്യുന്ന സ്ഥലമാണ് ഈ ആറാട്ട് മണ്ഡപം.
വളരെ കുറഞ്ഞ സമയമേ അവിടെ ഉള്ളെങ്കിലും ഒരു 1-2 മണിക്കൂർ അത് കോവിലായി മാറുകയാണ്. ഈ മണ്ഡപം ആ ദേവനിരിക്കുന്ന ദേശനാഥനായ ദേവനെ കുടിയിരുത്തുന്ന ഒരു ശ്രീകോവിലായി മാറുകയാണ്. അപ്പോൾ അവിടെ ഒരു ദൈവിക ചൈതന്യം ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ പാവനത്വം അല്ലെങ്കിൽ പവിത്രത എങ്ങനെ നിലനിർത്തണം എന്നുള്ളത് ഈ ഒരു പ്രശ്നമുണ്ടായപ്പോഴാണ് ഇപ്പോൾ ഹൈന്ദവ സംഘടനകളൊക്കെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇനിയെങ്കിലും വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകണം, ഒരു കൂടിയാലോചന ഉണ്ടാകണം. അതിനനുസരിച്ച് എന്താണ് തീരുമാനം എന്നുള്ളത് ആചാര്യ ശ്രേഷ്ഠന്മാരും ഒക്കെ ആയിട്ട് സംസാരിച്ച് വളരെ വേഗം ഒരു തീരുമാനത്തിലെത്തിയില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആറാട്ട് മണ്ഡപമൊക്കെ നമുക്ക് എന്നേക്കുമായി കൈമോശം വന്നേക്കും. ഭാവിയിൽ അവിടെ ഈ പറഞ്ഞതുപോലെ മാംസ വിൽപ്പനശാലയും മൃഗങ്ങളെയൊക്കെ വെട്ടി കൊല്ലുന്ന സ്ഥലവും ഒക്കെ ആയി മാറിയേക്കാം. അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഈ നഗര ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ ഇപ്പോഴും പെൻഡിങ്ങിലാണ്, പല കാര്യങ്ങളും. അത് അതിലുൾപ്പെടുത്തി ഇത്തരം കാര്യങ്ങൾക്ക് കൂടി പരിഹാരമുണ്ടാകണം എന്ന് മാത്രമാണ് തത്വമയി ന്യൂസിന് പറയാനുള്ളത്. ആചാര ലംഘനങ്ങൾ എവിടെ കണ്ടാലും തത്വമയി ന്യൂസ് പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ആരെയും അപകീർത്തിപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിനോ കളങ്കം വരുത്താനുമല്ല എന്നും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളതും അത് തന്നെയാണ്, ഇല്ലേ? അതെ. നമസ്കാരം. നമസ്കാരം. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com